അസ്സലാമു അലൈക്കും. കടുത്ത മദ്യപാനിയായ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് മക്കളോട് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നും അയാൾ ജോലി കഴിഞ്ഞ് നേരെ മദ്യപിക്കാൻ പോകും. അയാൾ മദ്യപാനം നടത്തുന്ന ബാറിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയ കടയുണ്ട്. അവിടുന്ന് അയാൾ മക്കൾക്ക് വല്ലതും വാങ്ങിച്ചു വെക്കും. വല്ല മിഠായിയോ കടലയോ അങ്ങനെ വല്ലതും. അയാൾക്കറിയാം, അയാൾ വരുന്നത് നോക്കി മക്കൾ ഉമ്മറത്ത് തന്നെ കാത്തു നിൽപ്പുണ്ടാവും. ആയിടെ ഒരു ദിവസം അയാൾക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടി. സന്തോഷത്തോടെ അയാൾ ഭാര്യയെ വിളിച്ചു. സംസാരത്തിനിടയിൽ ഭാര്യ ചോദിച്ചു, നേരത്തെ വരുമോയെന്ന്. അയാൾ ചോദിച്ചു, എന്തേ? അവൾ പറഞ്ഞു, ഒന്നുമില്ല, വെറുതെ. പിന്നീട് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൾ തിരുത്തി പറഞ്ഞു, വേണ്ട, ചേട്ടൻ പതിവ് പോലെ വന്നാൽ മതിയെന്ന്. അയാൾ അന്ന് അല്പം നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി നേരെ ബാറിനടുത്തേക്കുള്ള പെട്ടിക്കടയിലേക്ക് നടന്നു. കടക്കാരനോട് അയാൾ പറഞ്ഞു, ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളത് വേണം. അച്ഛന് കിട്ടിയ പ്രമോഷൻ അവരും സന്തോഷിക്കട്ടെ. കടക്കാരൻ പറഞ്ഞു, എങ്കിൽ ഇന്ന് നിങ്ങളൊന്നും വാങ്ങണ്ട. അയാൾ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ അടുത്ത് സ്പെഷ്യലായിട്ടുള്ള ഒന്നുമില്ലേ? ഇത്തിരി വില കൂടിയതായാലും വേണ്ടില്ല, നല്ലൊരു പലഹാരം തന്നെ ആയിക്കോട്ടെ. കടക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ മദ്യപിക്കാതെ പോകണം. കുറച്ചു നേരം ആ ബാറിന് മുന്നിൽ അദ്ദേഹം ചിന്തിച്ചു നിന്നു. എന്നിട്ടൊരു തീരുമാനം എടുത്തതുപോലെ അദ്ദേഹം ബസ് സ്റ്റോപ്പിനടുത്തേക്ക് നടന്നു. അന്ന് ആദ്യമായി അയാൾ മദ്യപിക്കാതെ വീട്ടിലേക്ക് കയറി ചെന്നു. സമ്മാനത്തിനായി ഓടി വന്ന കുട്ടികൾ അയാളുടെ കൈകണ്ട് നിരാശരായി. അവരെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം അവരുടെ നെറ്റിയിൽ ചുംബിച്ചു. സാധാരണ അയാൾ അങ്ങനെ ചെയ്യാറില്ല. കുട്ടികൾക്ക് അത്ഭുതം, കുട്ടികൾ അങ്ങനെയാണല്ലോ. അവർ ചോദിച്ചു, അച്ഛനെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്നെന്താ അച്ഛാ നേരത്തെ വന്നേ? ഇന്ന് ഞങ്ങൾക്ക് മിഠായി ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. എന്താ അച്ഛാ കാര്യം? അയാൾ ഭാര്യയെ നോക്കി. എന്നിട്ടൊരു പുഞ്ചിരിയോടെ അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി പറഞ്ഞു, അച്ഛൻ ഇന്ന് പ്രമോഷൻ കിട്ടി മക്കളെ, അതുകൊണ്ട് അച്ഛൻ നേരത്തെ ഇങ്ങ് പോന്നു. ഇന്നത്തെ സമ്മാനം ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ കൂട്ടത്തിൽ ഇളയ കുട്ടി ചോദിച്ചു, അച്ഛൻ എന്നും പ്രമോഷൻ കിട്ടുമെന്ന്. എന്നാൽ എന്നും ഞങ്ങൾക്ക് അച്ഛനെ ഇതുപോലെ കിട്ടുമല്ലോ എന്ന്. ഭാര്യയുടെയും അയാളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരെയും ചേർത്ത് നിർത്തി അയാൾ പറഞ്ഞു, അച്ഛന് ഇനി എന്നും പ്രമോഷനായിരിക്കും. ഈ കഥ നമ്മളോട് ചില പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അയാളുടെ മദ്യപാനം അവസാനിച്ചത് ഏതെങ്കിലും ആസക്തി ശുശ്രൂഷയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സദസ്സിലോ പങ്കെടുത്തത് കൊണ്ടല്ല, പക്ഷേ അവിടെ ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ട്. സ്നേഹമെന്ന പ്രാർത്ഥന, വാത്സല്യം എന്ന പ്രാർത്ഥന. വാത്സല്യമാണ് ഏറ്റവും വലിയ സമ്മാനപ്പൊതി, അല്ലേ? അതറിയാൻ അനാഥൻ്റെ വേദനകളിലൂടെ അവൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി. സ്നേഹമാണ് ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ പ്രസൻസാണ് ഏറ്റവും വില കൂടിയ സമ്മാനം. എപ്പോഴും കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്ന ബാപ്പയോടൊരു കുട്ടി ചോദിക്കുന്നുണ്ട്, ബാപ്പാൻ്റെ ശമ്പളം എത്രയാണെന്ന്. ബാപ്പ പറഞ്ഞു, ഒരു മണിക്കൂറിന് $100 2 മാസത്തിന് ശേഷം അവനൊരു ചെറിയ പണപ്പെട്ടിയുമായി ബാപ്പാൻ്റെ അടുത്ത് വന്നു. അത്ര ദിവസം കൊണ്ട് അവൻ അതിൽ നിറച്ചു വെച്ച കുറച്ച് നാണയത്തുട്ടുകളുണ്ടതിൽ. അവൻ പറഞ്ഞു, ആ പൈസ എടുത്തിട്ട് ബാപ്പ എൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കുമെന്ന്. നമ്മളുടെ പ്രസൻസാണ് ഏറ്റവും വലിയ സമ്മാനം. പടച്ചോനും നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. റമളാൻ എന്ന സമ്മാനവുമായി പടച്ചോൻ നമ്മളെ കാത്തിരിക്കുകയാണ്. അവനിലേക്ക് അടുക്കാൻ, അവനുമായി മുനാജാത്ത് നടത്താൻ കുറച്ച് സമയം മാറ്റി വെക്കണേ എന്ന് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. റമളാൻ കുടുംബത്തിൻ്റെ ഇഴയെടുപ്പം കൂട്ടിത്തരുന്ന സമയം കൂടിയാണ്, അല്ലേ? തിരക്കുകൾ കൊണ്ടും മറ്റും നമ്മൾ കുട്ടികൾ ഒന്നിച്ച്, വീട്ടിലുള്ളവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാറില്ല.
പക്ഷേ റമദാനിൽ ഏതെങ്കിലും ഒരു നേരം നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. റമദാൻ നമ്മളെ അടുപ്പിക്കുന്ന വിധം പോലും കാരുണ്യവാനായ പടച്ചോൻ്റെ നമ്മളോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെ രൂപത്തിലാണ്. കുടുംബങ്ങൾ കൂടിച്ചേർന്ന് നോമ്പെടുക്കട്ടെ, കുടുംബം ഒന്നിച്ച് നോമ്പ് തുറക്കട്ടെ, തറാവീഹും അത്താഴവുമെങ്കിലും ഒന്നിച്ചായിരിക്കട്ടെ. ഒരു മാസം പടച്ചോൻ്റെ കാരുണ്യത്തിൽ നിറയാൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും.